ഒരു വിമാനം പറക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിമാനത്തെ പറപ്പിക്കണമെങ്കിൽ അത് ഉണ്ടാക്കിയ ആൾ അതിനകത്ത് വേണമെന്നില്ല. അല്ലെങ്കിൽ ആ വിമാനം ഉണ്ടാക്കിയ കമ്പനിക്കാർ ആ വിമാനത്തോടൊപ്പം ഉണ്ടായിരിക്കണം എന്നില്ല. ഏതൊരു മിഷൻ്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. അത് പ്രവർത്തിക്കണമെങ്കിൽ അത് ഉണ്ടാക്കിയ ആൾ കൂടെ നിന്ന് പ്രവർത്തിപ്പിക്കണമെന്നില്ല. അങ്ങനെ നടക്കുകയുമില്ല. അതിൻ്റെ ഉടമസ്ഥൻ അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്ന് മാനുവൽ അനുസരിച്ച് പഠിച്ച് അത് പ്രവർത്തിപ്പിക്കുകയാണ് വേണ്ടത്. വിമാനം പറപ്പിക്കാനായിട്ട് പഠിച്ചിട്ടുള്ള ഒരു പൈലറ്റ് അതിൻ്റെ ക്രമം അനുസരിച്ച്, സിസ്റ്റം അനുസരിച്ച് അത് പറപ്പിക്കുകയേ വേണ്ടൂ. അതെങ്ങനെയാണ് പറപ്പിക്കേണ്ടത് എന്ന് ആ എൻജിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിന് സ്വയമേ പറക്കുവാനുള്ള കഴിവ് അതിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെയാണ്. അതനുസരിച്ച് പ്രവർത്തിപ്പിക്കുമ്പോൾ അത് സ്വമേധയാ പറന്നുകൊള്ളും. പ്രിയമുള്ളവരെ, നമ്മുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ദൈവം സൃഷ്ടിച്ചപ്പോൾ നമ്മൾ സർവ്വകാര്യങ്ങളും, നമുക്കാവശ്യമായിട്ടുള്ള സർവ്വകാര്യങ്ങളും ചെയ്യുവാനുള്ള കഴിവ് നമ്മളിൽ തന്നെ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ മതി. ആ ജീവിതത്തിൻ്റെ മാനുവൽ അനുസരിച്ച്. നമ്മുടെ ജീവൻ്റെ മാനുവലാണ് ദൈവവചനം. അതനുസരിച്ച് ജീവിച്ചു പോയാൽ മതി. അതല്ലാതെ ദൈവം വരട്ടെ എന്ന് വിചാരിച്ചിരുന്നാൽ അത് നടക്കുകയില്ല. ദൈവം ആർക്കും ദോശ ചുട്ട് കൊടുക്കാറില്ല. പക്ഷേ ദോശ ചുടാനുള്ള സാമഗ്രികളും അതിനുള്ള വസ്തുക്കളെല്ലാം, അതോടൊപ്പം അതുണ്ടാക്കാനുള്ള വൈഭവവും കഴിവും എല്ലാം മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. മനുഷ്യർ അതനുസരിച്ച് പ്രവർത്തിക്കണം എന്നേ ഉള്ളൂ. ശരീരത്തിൻ്റെ കാര്യത്തിലും ആത്മാവിൻ്റെ കാര്യത്തിലും മനസ്സിൻ്റെ കാര്യത്തിലും ഒക്കെ ഇത് ശരിയാണ്. നമ്മൾ സ്വയം മുന്നോട്ട് പോകാൻ തയ്യാറാവണം. അതുകൊണ്ടാണ് സെൻ്റ് അഗസ്റ്റിൻ പറഞ്ഞത്, നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. ദൈവം വിചാരിച്ചാൽ പോലും നമ്മൾ മനസ്സാകുന്നില്ലെങ്കിൽ ദൈവത്തിന് രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ടാണ് കർത്താവ് ഓരോ അത്ഭുതം ചെയ്യുന്നതിന് മുമ്പും നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ, എനിക്ക് ചെയ്തു തരുവാൻ എനിക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുമെന്ന് ചോദിക്കാൻ കാരണം മറ്റേ വ്യക്തിയുടെ മനസ്സ് അല്ലെങ്കിൽ മറ്റേ വ്യക്തിയുടെ സമ്മതം ആവശ്യമാണ്. ഇപ്പം നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പ്രാർത്ഥനയുടെ കാര്യങ്ങൾ, ആത്മീയതയുടെ കാര്യങ്ങൾ അത് മറ്റുള്ളവരെ ഏൽപ്പിച്ചിരിക്കുക. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ ഒരു ചിലവുമില്ലാതെ ഏറ്റവും കൂടുതൽ ചിലവാക്കപ്പെടുന്ന ഒരു വാക്കാണ് പ്രാർത്ഥിക്കാട്ടോ എന്ന്. എന്തിനും ഏതിനും നമ്മൾ പറയും പ്രാർത്ഥിക്കാട്ടോ. ആരെ പ്രാർത്ഥിക്കാൻ, എങ്ങനെ, എന്തിന് പ്രാർത്ഥിക്കാൻ ആർക്കറിയാം? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ സ്വയം ചെയ്യുക. കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യം നിൻ്റെ ഉള്ളിൽ തന്നെയാണ്. നീ അതിനെ കണ്ടെത്തി, വയലിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിധി കണ്ടെത്തിയവനെ പോലെ നീ അത് സ്വയം കണ്ടെത്തി വളരുക. അത്രേ ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ എന്നെ രക്ഷിക്കാനായിട്ട് ഒരു ദൈവം ഇറങ്ങി വരും എന്ന് വിചാരിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഇങ്ങനെ ഒരു കഥയുണ്ട്. അതായത് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ എല്ലാവരും പറ്റുന്ന തരത്തിലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതിലൊരു പ്രാർത്ഥിക്കുന്ന വ്യക്തി ഉണ്ടായിരുന്നു. അയാൾ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിൽ പോയി നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ രക്ഷിക്കണേ എന്ന്. കുറേ കഴിഞ്ഞാൽ അതിലൂടെ കടന്നുപോയി ഒരു ബോട്ട് വിളിച്ചു കൂവി, ആരെങ്കിലും രക്ഷപ്പെടാനുണ്ടോ? അദ്ദേഹം അനങ്ങിയില്ല, അദ്ദേഹം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. കുറേ കഴിഞ്ഞ് വീണ്ടും ഒരു ബോട്ട് അതിലൂടെ വന്നപ്പോഴും ചോദിച്ചു, ആരെങ്കിലും രക്ഷപ്പെടാനുണ്ടോ? ഇദ്ദേഹം അനങ്ങിയില്ല. മൂന്നാമതും ഒരു ബോട്ട് അതിലൂടെ കടന്നുപോയി, അവരും ആരെങ്കിലും രക്ഷപ്പെടാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇയാൾ അനങ്ങിയില്ല. അങ്ങനെ മൂന്നാമത്തെ ബോട്ടും കടന്നുപോയി. കുറേ കഴിഞ്ഞപ്പോൾ വെള്ളത്തിൻ്റെ ജലനിരപ്പ് ഉയർന്നു, കെട്ടിടം അടിയിലാകാറായി. അപ്പോൾ വെള്ളമുയർന്ന് അയാളുടെ കഴുത്തറ്റം എത്തിയപ്പോൾ അയാൾ
കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം, കർത്താവേ ഞാൻ എത്രയോ നേരം പ്രാർത്ഥിച്ചു, പക്ഷെ നീ എൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ എന്ന്. ദൈവം പറഞ്ഞു, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, നിന്നെ രക്ഷിക്കാൻ ഞാൻ 3 പ്രാവശ്യം അവിടെ വന്നു. അതാണ് ദൈവം പ്രവർത്തിക്കുന്നത് മറ്റ് വ്യക്തികളിലൂടെയാണ്, മറ്റ് സാഹചര്യങ്ങളിലൂടെയാണ്. നമ്മൾ ബോധപൂർവം അതിനെ സ്വീകരിച്ച് അതനുസരിച്ച് രക്ഷപ്പെടുകയേ വേണ്ടൂ. അല്ലാതെ നമ്മൾ എന്നെ ആരെങ്കിലും വന്ന് രക്ഷിക്കും, ഒരു രക്ഷകൻ വന്ന് രക്ഷിക്കും എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ വെറുതെ കാത്തിരുന്ന് ജീവനും വെറുതെ പാഴാക്കി കളയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും നന്മ വരട്ടെ.